സോ നമ്മൾ തേർഡ് മോഡ്യൂളിലെ ലാൻഡ് പൊല്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തൊക്കെ ടോപ്പിക്സ് ആയിരുന്നു. ഫസ്റ്റ് 2 സെഷൻ ഉണ്ടെന്നാലും 2 പാർട്ടായിട്ടാണ് നമുക്ക് തേർഡ് മോഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞത്. ആ തേർഡ് മോഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോളിഡ് വേസ്റ്റ് ആണ്. സോളിഡ് വേസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് സോളിഡ് വേസ്റ്റ്, പിന്നെ സോളിഡ് വേസ്റ്റിനകത്തുള്ള ഇലക്ട്രോണിക് വേസ്റ്റും അതേ കണക്ക് തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് മോഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടായ ലാൻഡ് പൊല്യൂഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഹൗ ക്യാൻ യു ഡിഫൈൻ ലാൻഡ് പൊല്യൂഷൻ? അല്ലെങ്കിൽ എന്താ ലാൻഡ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നേരിട്ട് കണ്ടതും നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത സാധനമാണ് ലാൻഡ് പൊല്യൂഷൻ. So land pollution is the destruction of earth land surface, often directly or indirectly as a result of human activities and the misuse of land resources. So നമ്മുടെ earth surface, അപ്പോൾ എർത്തിന്റെ ഏറ്റവും ടോപ്പ് സർഫസ് മിസ്യൂസ് ചെയ്യാണ്, often directly or indirectly by human activities. അപ്പോൾ അതിനെയാണ് ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ലാൻഡ് പൊല്യൂഷന്റെ മെയിൻ സോഴ്സ് എന്തൊക്കെയാന്ന് പറയാമോ? എന്തൊക്കെയാ ലാൻഡ് പൊല്യൂഷന്റെ മെയിൻ സോഴ്സസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ? നമ്മൾ എന്തായാലും ഒരു ദിവസം എന്തെങ്കിലും ചെറിയ പൊല്യൂട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ലാൻഡിന്റെ സർഫസിലേക്ക് ഇടാറുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ? പ്ലീസ് റെസ്പോണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ? ആർക്കും അറിയില്ല. ശരി, ലാൻഡ് പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ കണ്ടു തുടങ്ങിയത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതിന് ശേഷമാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫാക്ടറീസ് ഒരുപാട് വന്നു. അപ്പോൾ എന്താണ്, ഫാക്ടറീസിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റുകൾ ഒരുപാട് കൂടി. ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റിനകത്ത് സോളിഡ് വേസ്റ്റ് കണ്ടമാനം കൂടി. അതേപോലെ പ്ലാസ്റ്റിക്കിന്റെ യൂസ് ഒരുപാട് ഇൻക്രീസ് ചെയ്തു. പ്ലാസ്റ്റിക്കിന് അഡ്വാൻറ്റേജ് എന്താണ്? പ്ലാസ്റ്റിക് നമുക്ക് ഏതൊരു ഷേപ്പിലേക്കും നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഏത് റിക്വയർഡ് ഷേപ്പ് ആണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് പ്ലാസ്റ്റിക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ആണ്, ഏത് ടൈപ്പ് വെഹിക്കിൾ ആണെങ്കിലും, ഇപ്പോൾ എന്താണ് നമ്മൾ എന്നും ട്രാവൽ ചെയ്യുന്ന കാറോ ബൈക്കോ ഒക്കെ ആണെങ്കിലും അതിനകത്ത് കൂടുതലും നമുക്ക് പ്ലാസ്റ്റിക് കോമ്പണൻസ് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് കോമ്പണൻസ് ഔട്ടർ സർഫസിലൊക്കെ കൂടുതലും പ്ലാസ്റ്റിക് കോമ്പണൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി പ്ലാസ്റ്റിക് കമ്പോണൻസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ വെയിറ്റ് ഓഫ് വെഹിക്കിൾ. അപ്പോൾ ഒരു കാറിന്റെ ആണെങ്കിലും സ്കൂട്ടറിന്റെ ആണെങ്കിലും ഒക്കെ ഒരു ഡെഡ് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും മെറ്റാലിക് പാർട്സിന് പകരം പ്ലാസ്റ്റിക് കോമ്പണൻസ് യൂസ് ചെയ്താൽ. എല്ലാ കോമ്പണൻസും പ്ലാസ്റ്റിക് ആണെന്നല്ല പറയുന്നത്. മഡ് ഗാർഡ് അതിനൊക്കെയുള്ള ചില പോർഷൻസ് ഒക്കെ പ്ലാസ്റ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പ്ലാസ്റ്റിക് യൂസ് ചെയ്യാനുള്ള കാര്യം അതിന്റെ വെയിറ്റ് കുറവാണ് കമ്പയറിംഗ് ടു എ മെറ്റാലിക് പാർട്ട്. അപ്പോൾ വെയിറ്റ് കുറവാകുമ്പോൾ നമുക്ക് അത്രത്തോളം ഫ്യൂവൽ എഫിഷ്യൻസി വരാറുണ്ട്. അപ്പോൾ അപ്പൊ അതേ കണക്ക് പ്ലാസ്റ്റിക് വെഹിക്കിൾസിനകത്ത് മാത്രമല്ല നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അപ്പോൾ നമ്മുടെ ഹൗസ് ഹോൾഡ് കിച്ചൺ അപ്ലയൻസസ്, വാട്ടർ ക്യാൻസ്, വാട്ടർ ബോട്ടിൽസ് കൂടുതലും പ്ലാസ്റ്റിക് ആണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ എർത്ത് സർഫസിലേക്ക് ത്രോ അവേ ചെയ്യുന്നു. And it will cause land pollution and land degradation. So, types of land pollution. There are different types of land pollution. Solid waste. First one, solid waste. Solid waste എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് വൺ ആണ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. നമുക്ക് ക്രോപ്സിന്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ നമ്മൾ ക്രോപ്സിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും അതിന് കൂടുതൽ പോർഷൻസും നമ്മൾ സോയിലിലേക്ക് കൊടുക്കാറുണ്ട്. ഫെർട്ടിലൈസേഴ്സ് നമ്മൾ സോയിൽ സർഫസിലാണ് പ്ലേസ് ചെയ്യുന്നത്. റൂട്ടിന്റെ സോണിൽ സോയിൽ സർഫസിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിനകത്ത് ചിലപ്പോൾ ഹാംഫുൾ കോമ്പണൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് സോയിലിന്റെ ഫെർട്ടിലിറ്റിയെ ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യും. അത് കണക്ക് നമ്മൾ എർത്ത് വർംസ് പോലുള്ള ചെറിയ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ചെറിയ ഓർഗാനിസംസ് സോയിലിൽ ഉണ്ടാവും. അതെല്ലാം ഈ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഒരുപാട് യൂസ് കൊണ്ട് അതൊക്കെ നശിച്ചു പോകും. പിന്നെ പറയുന്നതാണ് കെമിക്കൽസ്.
സോ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഫാക്ടറീസ്, ചില ഫാക്ടറീസിൽ നിന്ന് പുറന്തള്ളുന്ന കെമിക്കൽ വേസ്റ്റസ് വരും. അതേ കണക്ക് തന്നെ ഫെർട്ടിലൈസേഴ്സിനകത്ത് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇഫ് ദേ ആർ എന്താണ് ഫാക്ടറീസിന് പുറന്തള്ളുന്ന കെമിക്കൽസ്, ഇഫ് ദേ ആർ നോട്ട് പ്രോപ്പർലി ട്രീറ്റഡ്, അതെന്താ കോസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ കോസ് ഹസാർഡ്സ് ടു ദ ലിവിങ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത് സർഫസ്. അപ്പോൾ ചെറിയ ലിവിങ് ഓർഗാനിസംസ്, ഇപ്പോൾ ആ ചെറിയ ലിവിങ് ഓർഗാനിസംസിന് അത് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻടേൺ നമ്മുടെ ഫുഡ് ചെയിനിലേക്കും അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഡിഫോറസ്റ്റേഷൻ. ഡിഫോറസ്റ്റേഷൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ഡിഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? കട്ടിങ് ഡൗൺ ഓഫ് ട്രീസ്. ഇപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ട്രീസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്താൽ ഇറ്റ് വിൽ ലീഡ് ടു സോയിൽ ഇറോഷൻ. അപ്പൊ സോയിൽ ഇറോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പോർഷൻ ഓഫ് സോയിൽ ഇറ്റ് വിൽ ക്യാരിഡ് അവേ ബൈ റെയിൻ വാട്ടർ. ഇനി നമ്മൾ ക്യാരി അവേ ചെയ്ത് പോകുന്ന സോയിലിനകത്ത് ഈ കെമിക്കൽസും അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ എന്താണ്? നമുക്ക് ഒരു റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് വേറെ പെർട്ടിക്കുലർ ഏരിയയിലെ സോയിലും കൂടി കണ്ടാമിനേറ്റഡ് ആകുവാണ്. അപ്പൊ അതാണ് ആ പറയുന്ന സംഭവങ്ങൾ. നമ്മൾ ആ വേസ്റ്റസിന്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ നോക്കുവാണ്. സോളിഡ് വേസ്റ്റ് നമ്മൾ പഠിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒരു എന്താണെന്ന് നോക്കാം. സോളിഡ് വേസ്റ്റ്, ദീസ് ഇൻക്ലൂഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് റബിഷ് we make at home, school, hospitals, market and workplaces. Any waste other than liquid form എന്ന് പറയുന്നതിനാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. So solid waste ന്റെ examples നോക്കിക്കേ: പേപ്പർ, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ബോട്ടിൽസ്, cans, പിന്നെ food and even used cars and broken electronic goods, broken furniture and hospital waste are example of solid waste. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇലക്ട്രോണിക് വേസ്റ്റും റേഡിയോ ആക്റ്റീവ് വേസ്റ്റും അതേ കണക്ക് തന്നെ ഹോസ്പിറ്റൽ വേസ്റ്റും ഒക്കെ എന്താണ്? ഒരു സോളിഡ് വേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞിരുന്നു ചില സോളിഡ് വേസ്റ്റ് ഒക്കെ എന്താണ്? ബയോഡിഗ്രേഡബിൾ ആണ്. എന്താ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡീകമ്പോസ്ഡ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഫുഡ് ഡ്രോപ്പിംഗ്സ്, പേപ്പർ പ്രൊഡക്റ്റ് ആസ് വെൽ ആസ് വെജിറ്റേഷൻ. അപ്പോൾ പേപ്പറൊക്കെ എന്താണ്? സോയിലിൽ കിടന്നാൽ അത് ഡീഗ്രേഡ് ചെയ്ത് അങ്ങ് പൊക്കോളും. പക്ഷെ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളൊന്നും ഡീഗ്രേഡ് ചെയ്ത് പോകില്ല. അത് ഇതേ കണക്കന്നെ റിമെയിൻ ചെയ്തിരിക്കും ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ മെറ്റൽസ്, അലൂമിനിയം ക്യാൻസ്, ബ്രോക്കൺ കമ്പ്യൂട്ടർ, കാർ പാർട്സ്, ഇതെല്ലാം എന്താണ്? ഇതൊന്നും പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോലെ ഇറ്റ് വിൽ റിമെയിൻ ഇൻ എർത്ത് സർഫസ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഈ പറയുന്ന സോളിഡ് വേസ്റ്റ് എന്താണ്? എർത്ത് സർഫസിൽ വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഒക്കെ ഈ സോളിഡ് വേസ്റ്റിനെ കളക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേരാണ് ലാൻഡ് ഫിൽസ്. എ പ്ലേസ് വെയർ ഓൾ സിറ്റി റബിഷസ് ആർ സെന്റ്. അപ്പോൾ ഒരുപാട് നാളുകൾ ഈ വേസ്റ്റ് അവിടെ കിടന്നു കഴിയുമ്പോൾ ഇപ്പൊ നാം പറയുന്നു അലൂമിനിയം ക്യാൻസ്, വാട്ടർ ക്യാൻസ് ഒക്കെ ഉണ്ടാവും. ഈ വാട്ടർ ക്യാൻസ് ഒക്കെ ഡീഗ്രേഡ് ചെയ്ത് അവിടുത്തെ സോയിലിന്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. ചിലപ്പോൾ എന്ത് ചെയ്ത് ഇൻ കേസ് ഓഫ് എനി ഫയർ ഈ സോളിഡ് വേസ്റ്റ് അവിടെ കിടന്ന് ചിലപ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് ഇറ്റ് വിൽ കോസ് എയർ പൊല്യൂഷൻ. ചിലപ്പോൾ ഈ പറയുന്ന അലൂമിനിയം ക്യാൻസ് അല്ലെങ്കിൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ്, ഇലക്ട്രോണിക് വേസ്റ്റിനകത്തു നിന്നുള്ള പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് അതൊക്കെ എന്താണ്? ലീക്ക് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ വരെ ഹാർംഫുൾ ആക്കാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. സോ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂഷ്വലി എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ക്രോപ്സിന്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഗ്രികൾച്ചറൽ ലാൻഡിൽ ക്രോപ്സിന്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ പെസ്റ്റിസൈഡ്സ് എന്താണ്? ഹാർംഫുൾ പെസ്റ്റിനെയൊക്കെ കില്ല് ചെയ്ത് നമ്മുടെ ക്രോപ്സിന്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്പ്രേ ചെയ്യുന്ന പെസ്റ്റിസൈഡ്സും അപ്ലൈ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സും ഒക്കെ സോയിലിനകത്ത് വന്ന് കിടക്കും. അപ്പോൾ സോയിലിന് ഹാർംഫുൾ ആയിട്ടുള്ള സോയിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ ആ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് സോയിലുള്ള ഓർഗാനിസംസ്, മൈന്യൂട്ട് ഓർഗാനിസംസ് അല്ലെങ്കിൽ എർത്ത് വേംസ് പോലുള്ള സാധനങ്ങളെയൊക്കെ അഡ്വേഴ്സ് അഫക്ട് ചെയ്യുന്നു. അതുവഴി ഈ പെസ്റ്റിസൈഡ്സും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്തു, സോയിലുള്ള എർത്ത് വേംസ് അത് കഴിക്കുകയാണ്. ആ എർത്ത് വേംസിന് എന്ത് ചെയ്യാണ്? ഫ്ലൈസ് കഴിക്കുകയാണ്. ആ ഫ്ലൈസിനെ വേറൊരു ഓർഗാനിസംസ് കഴിക്കണം. അപ്പോൾ ഇന്റേൺ അത് സർക്കുലേറ്റ് ചെയ്ത് ആ ഒരു ഫുഡ് ചെയിനിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. ഇനി അതേ കണക്ക് തന്നെ ഡ്യൂറിങ് റെയിനി സീസൺസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് ഇറ്റ് വിൽ വാഷ്ഡ് അവേ വിത്ത് റെയിൻ വാട്ടർ and will mixed with nearby water resource.
നെക്സ്റ്റ് പറയുന്നതാണ് കെമിക്കൽസ്. കെമിക്കൽസ് നമ്മൾ യൂഷ്വലി ഒന്നുകിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനകത്തു നിന്ന് വരും, അല്ലെങ്കിൽ ഫാക്ടറീസിൽ നിന്ന് നമുക്ക് പുറന്തള്ളുന്ന കെമിക്കൽസ്, എന്താണ് ഫാക്ടറി വേസ്റ്റിനകത്തു നിന്ന് വരുന്ന കെമിക്കൽസ്. ഇതെല്ലാം എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക? ഇതെല്ലാം ഒന്നുകിൽ നിയർ ബൈ വാട്ടർ സോഴ്സ് അല്ലെങ്കിൽ നിയർ ബൈ സോയിൽ എർത്ത് സർഫസ്, അവിടെയാണ് ഡെപ്പോസിറ്റ് ആവുക. ആൻഡ് ഇറ്റ് വിൽ ഹാം ദ സറൗണ്ടിങ് ഏരിയാസ്. In many cases, they are stored in environmentally safe way, but there are some that find their way into landfills and other less safe storage facilities. Sometimes they also find their way into leaking pipes and gutters. They end up polluting soil and making crops harmful to our health. ഈ പറയുന്ന കെമിക്കൽ വേസ്റ്റ് അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തൊക്കെ പുറത്തേക്ക് വിട്ടാൽ കുഴപ്പമില്ല. നമ്മൾ ട്രീറ്റ്മെന്റ് എന്താണ് കടലിലേക്ക് കൊണ്ട് ഒഴുക്കി വിടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ വെച്ച് എന്തെങ്കിലും ലീക്കേജസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സോയിലിന്റെ പ്രോപ്പർട്ടീസിനെ എല്ലാം അത് എഫക്ട് ചെയ്യും. നെക്സ്റ്റ് പറയുന്നതാണ് ഡീഫോറസ്റ്റേഷൻ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷൻ ആണ് ഡീഫോറസ്റ്റേഷൻ. സോ ഡിഫോറസ്റ്റേഷൻ എങ്ങനെ കോസ് ചെയ്യുക? ഡിഫോറസ്റ്റേഷന്റെ മെയിൻ എഫക്റ്റ് ആണ് എന്ത് കോസ് ചെയ്യുക? സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് സോയിൽ ഇറോഷൻ കോസ് ചെയ്യും. അപ്പോൾ കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് വിൽ ഇൻക്രീസ് സോയിൽ ഇറോഷൻ. അതേ കണക്ക് തന്നെ നമുക്കറിയാം എന്താണ് ട്രീസ് വിൽ അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് പെർഫോമിംഗ് ഫോട്ടോസിന്തസിസ്. ഒരുപാട് ട്രീസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്താൽ നമ്മുടെ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ഇൻ ടേൺ എഫക്ട് ഇത് കോസ് ചെയ്യും, ഗ്രീൻ ഹൗസ് എഫക്ട് കോസ് ചെയ്യും. അതേ കണക്ക് തന്നെയാണ് ഇതൊരു സോയിൽ ഇറോഷന്റെ ഒരു ഇമേജ് ആണ്. അപ്പോൾ സോയില് ഒരു പോർഷനിൽ തന്നെ റിമൈൻ ചെയ്യണമെങ്കിൽ ട്രീസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ട്രീസിന്റെ റൂട്ട്സ് ആണ് സോയിലിനെ ഒരു പോർഷനിൽ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നല്ല സർഫസ് റൺ ഓഫ് റെയിനി സീസൺസിൽ സർഫസ് റൺ ഓഫ് വന്നു കഴിഞ്ഞാൽ ഈ സോയിൽ അവിടുന്ന് ട്രീസ് ഇല്ലെങ്കിൽ സോയിൽ റൺ ഓഫ് ചെയ്തെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ. സോഴ്സസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ അത് അഗ്രികൾച്ചറൽ സോഴ്സസ് നമ്മൾ പറഞ്ഞു തന്നെയാണ്. So this include waste matter produced by crops, animal manure, farm residue. These also include chemical leftover of all fertilizers, pesticides and insecticides used for agricultural activities. ഇനി മൈനിങ് സോഴ്സസ്. അപ്പൊ നമുക്കറിയാം കോൾ അത് കണക്കുള്ള സാധനങ്ങൾ നമ്മൾ എവിടുന്നാണ് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതും ഒരു ലാൻഡ് പൊല്യൂഷൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ദിസ് ഇൻക്ലൂഡ്സ് പൈൽ ഓഫ് കോൾ refuse and heaps of slag and underground debris. Mining and forestry activities that clear the land surfaces and use skid trails and often leave land unrestored. This surface is exposed to erosion which destroys the quality of land. അപ്പോൾ നമ്മൾ ഭൂമിക്ക് അടിയിലേക്ക് എക്സ്കവേറ്റ് ചെയ്തിട്ടാണ് കോൾ പോലുള്ള നാച്ചുറൽ റിസോഴ്സ് എടുക്കുന്നത്. ഇപ്പോ ഒരു കോൾ മൈൻ, അവിടെ നമ്മൾ കോള് ആവശ്യത്തില് ആ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം ആ ലാൻഡ് പഴയ കണക്കാക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ചെയ്യില്ല. അതൊരു വലിയ ഹ്യൂജ് മൈൻ ലാൻഡ് നമ്മൾ കുഴിച്ച ട്രെഡ്ജും അതെല്ലാം അതേ കണക്ക് തന്നെ ഇവിടെ ഉണ്ടാവും. Pouring and mining waste. Sewage treatment. സോ നമ്മുടെ ഹൗസ് ഹോൾഡിൽ വരുന്ന സീവേജ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ യൂഷ്വലി ആ സീവേജിനകത്ത് വരുന്ന സോളിഡ് വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ ലാൻഡ് ഫില്ലിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീവേജ് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് ഫെർട്ടിലൈസേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തില്ലെങ്കിലും അത് ഇൻറ്റേൺ ആ വേസ്റ്റ് അവിടെ കിടന്ന് ആ ലാൻഡിന്റെ ഫെർട്ടിലിറ്റി നശിക്കുകയാണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ സോഴ്സസ്. ഇപ്പോൾ ഒരു ബിൽഡിങ് നമ്മൾ ഡിമോളിഷൻ ചെയ്യുവാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ പഴയ വീട് നമ്മൾ പുതുക്കി പണിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മൾ പൊളിച്ചിട്ടാണ് ബാക്കി പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഹ്യൂജ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വേസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ കൺസ്ട്രക്ഷൻ വേസ്റ്റ് വെറുതെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അത്രയും പ്ലേസ് നമുക്ക് ലെഫ്റ്റ് അൺയൂസ്ഡ് ആയിട്ടിരിക്കും.
അപ്പോൾ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാം. നമുക്കറിയാം കോൺക്രീറ്റ് വേസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ കോൺക്രീറ്റ് ആണ് നമ്മൾ ഡിമോളിഷ് ചെയ്യുന്നതെങ്കിൽ കോൺക്രീറ്റിനെ നമുക്ക് വീണ്ടും എംസാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് കണക്ക് റീഇൻഫോഴ്സ്മെന്റ്സ് ഉണ്ടെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ട്രീറ്റ് ചെയ്ത് വീണ്ടും റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യും. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ കോൺക്രീറ്റിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന TMT ബാസ്, തെർമോ മെക്കാനിക്കലി ട്രീറ്റഡ് ബാസ്. അപ്പൊ TMT ബാസ് ഉണ്ടെങ്കിൽ ആ TMT ബാസിനെ നമുക്ക് വീണ്ടും രണ്ടാമത് യൂസ് ചെയ്യാം. പക്ഷെ അതിനൊക്കെയുള്ള പ്രോപ്പർ എന്താണ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ സോഴ്സസ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ, ആൻഡ് ദിസ് ഇൻക്ലൂഡ് പെയിന്റ്, കെമിക്കൽസ്, മെറ്റൽ ആൻഡ് അലൂമിനിയം, പ്ലാസ്റ്റിക്സ് ആൻഡ് സോ ഓൺ. നമുക്കറിയാവുന്ന സോഴ്സസ് ഒക്കെയാണ് പെയിന്റ്സ്, കെമിക്കൽസ്, മെറ്റൽസ്, അലൂമിനിയം. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ ഡിഫോറസ്റ്റേഷൻ. നെക്സ്റ്റ് വൺ അർബനൈസേഷൻ. ഇപ്പൊ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് അർബനൈസേഷൻ. ഇപ്പോ ഒരു സിറ്റി ഡെവലപ്മെന്റ്, അപ്പോ അതെന്താണ്, ഒരു സിറ്റി ഡെവലപ്മെന്റിന് നമുക്ക് എന്ത് വേണം, സ്പേസ് വേണം. ആ സ്പേസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു ബിൽഡിംഗ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു എന്താണ് ഒരു ബിൽഡിംഗ്, ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കൊരു ഏരിയ ഉണ്ടാവണം, ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ടാവണം. ആ ലാൻഡിന് ഫാക്ടറിയുടെ സ്പേസിന് വേണ്ടിയിട്ട് ട്രീസ് കട്ട് ഡൗൺ ചെയ്യണം. ഇനി ആ ഫാക്ടറീസിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് വേണ്ടി റോഡ് കൺസ്ട്രക്ട് ചെയ്യണം. ആ റോഡ് എന്ത് ചെയ്യണം, റോഡ് ടാർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്താണ് ഒരു അർബനൈസേഷൻ എന്ന് പറയുമ്പോൾ. ഈ ഫാക്ടറീസ്, ഒരു ഫാക്ടറി ആണെങ്കിൽ ആ ഫാക്ടറിയിലെ സ്റ്റാഫിന് താമസിക്കാനായിട്ട് ക്വാർട്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണം. ആൻഡ് ഓൾ ദീസ് കൺസ്ട്രക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ് എന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ കമ്പോണൻസ് ആർ ഫ്രം നേച്ചർ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിനകത്ത് ഫസ്റ്റ് വേണ്ടത് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യണം. ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിനകത്ത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് എന്താണ്, ബ്രോക്കൺ സ്റ്റോൺസ് അല്ലെങ്കിൽ റാൻഡം ഡബിൾ മേസണറി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മേസണറിക്ക്, റാൻഡം ഡബിൾ മേസണറിക്ക് വേണ്ടി നമ്മൾ എന്താണ്, നമ്മുടെ ഹ്യൂജ് മൗണ്ടൻസിൽ നിന്നാണ് നമ്മൾ ആ വലിയ സ്റ്റോൺസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതൊരു കൺസ്ട്രക്ഷൻ വർക്ക് എടുത്തു കഴിഞ്ഞാലും അവിടെ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പൊ നാച്ചുറൽ റിസോഴ്സസിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കണക്ക് ഹസാർഡ് എഫക്ട്സ് ഉണ്ടാവും. ഇനി ഡംപിങ്, സോളിഡ് വേസ്റ്റ് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും ഇല്ലാതെ ഒരിടത്ത് വലിച്ചെറിയുവാണ്. Dumping of solid waste is one of the most important factors which is responsible for land pollution. ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ നമ്മൾ ത്രോ അവേ ചെയ്ത് കഴിഞ്ഞാലും അത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഹസാർഡ് ആണ് കോസ് ചെയ്യാൻ പോകുന്നത്. ഇനി വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ലാൻഡ് പൊല്യൂഷൻ? സോ ഫസ്റ്റ് പറയുന്നത് സോയിൽ പൊല്യൂഷൻ. സോ എന്താണ്, ദ അപ്പർ ലെയർ ഓഫ് ദ സോയിൽ ഈസ് ഡാമേജ്. നമ്മൾ ത്രോ അവേ ചെയ്യുന്ന സോളിഡ് വേസ്റ്റ് എവിടെയാണ് കിടക്കുന്നത്, സോയിലിന്റെ സർഫസിലാണ് കിടക്കുന്നത്. അപ്പൊ ദ അപ്പർ ലെയർ ഓഫ് സോയിൽ ഈസ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി നശിക്കുകയാണ്. നമുക്കറിയാം സോയിലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ ഉണ്ട്. ബ്ലാക്ക് കോട്ടൺ സോയിൽ, റെഡ് സോയിൽ എന്ന് പറഞ്ഞ് പല ടൈപ്പ് ഓഫ് സോയിൽസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഓരോ കൾട്ടിവേഷൻ ഓരോ പെർട്ടിക്കുലർ ടൈപ്പ് സോയിലാണ് അനിവാര്യമായിട്ടുള്ളത്. അപ്പൊ ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ എന്താണ്, ഈ സോളിഡ് വേസ്റ്റ് കിടക്കുമ്പോൾ അത് ഇല്ലാതായി പോകും. സോ ഇതെങ്ങനെയാ കോസ്? ദിസ് കോസ് ബൈ ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, soil erosion caused by running water, and other pest control measures. This lead to the loss of fertile land for agriculture, forest cover, fodder patches for grazing, etc. The next one, change in climatic patterns. So change in climatic patterns ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ എന്താണ്, ഡിഫോറസ്റ്റേഷൻ ഒരു ലാൻഡ് പൊല്യൂഷന്റെ എഫക്റ്റ് ആണ്. ഡിഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ്. ഒരുപാട് ട്രീസ് കട്ട് ഡൗൺ ചെയ്താൽ എന്താണ്, നമ്മുടെ സർഫസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്യാൻ എന്താണ് ട്രീസ് ഇല്ല. അപ്പൊ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് എർത്ത് സർഫസിൽ ക്രമാതീതമായി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കൂടി കഴിഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ കൂടും, എന്താണ് ഗ്രീൻ ഹൗസ് എഫക്ട് കോസ് ചെയ്യും. അപ്പൊ ഈ എർത്തിലെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻ ടേൺ എന്താണ്, മെൽറ്റിംഗ് ഓഫ് ഐസ് ഇൻ ഹിമാലയൻസ്, അല്ലെങ്കിൽ മെൽറ്റിംഗ് ഓഫ് ഐസ് കോസ് ചെയ്യും. മെൽറ്റിംഗ് ഓഫ് ഐസ് കോസ് ചെയ്ത് കഴിഞ്ഞാൽ സീ ലെവലിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. സീ ലെവലിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സീഷോറുകൾ അല്ലെങ്കിൽ സീയുടെ വലിപ്പം കൂടി നമുക്ക് ഒരുപാട് ലാൻഡ് സീയുടെ അടിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും. ഇനി തേർഡ് പറയുന്നത് എയർ പൊല്യൂഷൻ.
So landfill across the city keeps on growing due to the increase in waste and later burned, which leads to air pollution. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുന്നേ വാർത്ത കണ്ടിരുന്നു, കളമശ്ശേരി എറണാകുളത്ത് ഇത് കണക്ക് ലാൻഡ്ഫിൽ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് എന്താണ് അറിയാതെ എന്തോ തീ കത്തിപ്പോയി. തീ കത്തി കഴിഞ്ഞപ്പോൾ എന്താണ് ഫുൾ സ്മോക്കാണ്, എന്താണ് വിസിബിലിറ്റി പോലും പോകുന്ന രീതിയിലുള്ള സ്മോക്കാണ് അവിടെ കണ്ടത്. പിന്നെ നമുക്കറിയാം ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഡേ ടൈമിലൊക്കെ എന്താണ് വേസ്റ്റ് കത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബേണിങ് അവിടെ പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് എന്താണ് അത്രയും വേസ്റ്റ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സ്മോക്ക് ഉണ്ടാവും. ആ സ്മോക്ക് വിസിബിലിറ്റിക്കും അതേപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനും കാരണമാകുന്നു. ഇനി എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്. When deforestation is committed, the tree cover is compromised. These lead to steep imbalance in rain cycle. A disturbed rain cycle often affects a lot of factors. To begin with, the green cover is reduced. Trees and plants help balance the atmosphere. Without them, we are subjected to various concerns like global warming, greenhouse effect. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പ്രളയം വന്നു, സീസൺ 1 വന്നു, സീസൺ 2 വന്നു. അപ്പോൾ രണ്ട് സമയത്തും പ്രളയം വന്നു. അപ്പോൾ 1924 ഇതിനു മുന്നേ ഒരു മഹാപ്രളയം നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ വളരെ വലിയ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ഒരുപാട് വെള്ളം പൊങ്ങി, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ താന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയുള്ളൂ. അതിനുശേഷം 2018 ഒരു ഹെവി ഡിസാസ്റ്റർ പോലെ ഒരു ഫ്ലഡ് നമുക്കുണ്ടായത്. അപ്പോ ഇതെന്തുകൊണ്ടാണ്? അതിന്റെ മെയിൻ റീസൺ പറഞ്ഞത് വെസ്റ്റേൺ ഗഡ്സ് ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊണ്ടതാണ്. എന്താണ് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിന്റെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ ആണ് നമുക്ക് അന്ന് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഉരുൾപൊട്ടാനും എന്താണ് ലാൻഡ് സ്ലൈഡ്സിനൊക്കെ കാരണമായത് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓവറായിട്ട് ലാൻഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട്സ് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഗാഡ്ഗിൽ പറഞ്ഞതനുസരിച്ച്, റിപ്പോർട്ട് അനുസരിച്ച് ഇതായിരുന്നു 2018 ഫ്ലഡിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു. വെസ്റ്റേൺ ഗഡ്സിന്റെ ട്രീസ് നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞു, ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചു. അതേ കണക്ക് തന്നെ അവിടെ ഒരുപാട് മാൻമെയ്ഡ് കൺസ്ട്രക്ഷൻസ് വന്നു. മാൻമെയ്ഡ് കൺസ്ട്രക്ഷൻസ് വന്നു കഴിയുമ്പോൾ എന്താണ് ആ ലാൻഡിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കിടപ്പുകൾ പലപ്പോഴും ഇല്ലാണ്ടായി. അത് കണക്കിന് ഒരുപാട് ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചപ്പോൾ ഈ മഴവെള്ളം കെട്ടി നിൽക്കാൻ അല്ലെങ്കിൽ സോയിൽ ഇറോഷനൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി കുറഞ്ഞു വന്നു. ഇനി നെക്സ്റ്റ് ആണ് എഫക്ട് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. സോ നമുക്കറിയാം ടോക്സിക് കെമിക്കൽസ്. ഈ ഒരു 10-20 വർഷം മുന്നേ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് വരുന്ന അസുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ്? അതിന്റെ മെയിൻ റീസൺ പൊല്യൂഷൻ ആണ്. ഈ ഡിസ്ട്രാക്ഷൻ ഫോർ ടൂറിസ്റ്റ്. പലപ്പോഴും ഇതാണ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള പ്ലേസിൽ വേസ്റ്റ് കൊണ്ടിടുന്നത് കൊണ്ട് ടൂറിസ്റ്റുകൾ വരാതിരിക്കാനുള്ള ഒരു സാധ്യതകളും വളരെ കൂടുതലാണ്. ഡിസ്ട്രാക്ഷൻ ഫോർ ടൂറിസ്റ്റ്. എഫക്ട് ഓൺ വൈൽഡ് ലൈഫ്. സോ animal kingdom has suffered mostly in the past and decades. They face a serious threat with regard to the loss of habitat and natural environment. The constant human activity on land is leaving it polluted, forcing these species to move further away and adapt to new regions or die trying to adjust. Several species are pushed to the verge of extinction and due to no homeland. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ദേശാടന കിളികളുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും അതിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരുന്നു എന്ന് നമ്മുടെ പല സ്റ്റഡീസും പറയുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ച് ആണ്. ഇപ്പോ നമുക്കറിയാം, നമുക്ക് മൺസൂൺ ഉണ്ട്, വിന്റർ ഉണ്ട്, സമ്മർ ഉണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ആ സീസൺ, നമ്മൾ പറയുന്ന മൺസൂണും വിന്ററും സമ്മറും ഒന്നും ഒക്കെ ഒരു റെഗുലർ മാനറിലല്ല ഉണ്ടാവുന്നത്. നല്ല വെയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാസങ്ങളിൽ നല്ല മഴ കിട്ടുന്നു, നല്ല തണുപ്പ് പ്രതീക്ഷിക്കുന്ന മാസങ്ങളിൽ നമുക്ക് തണുപ്പ് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ നല്ല കാറ്റ് പ്രതീക്ഷിക്കുന്ന സമയങ്ങളിൽ നമുക്ക് കാറ്റ് കിട്ടുന്നില്ല. ഇതിന്റെയൊക്കെ മെയിൻ റീസൺ എന്താണ്? നമ്മുടെ സർഫസ് പൊല്യൂട്ടഡ് ആയി, നമ്മുടെ സർഫസ് പൊല്യൂട്ടഡ് ആയി, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടഡ് ആയി. അതുകൊണ്ടൊക്കെയാണ് കോസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരുപാട് ഡിഫോറസ്റ്റേഷൻ, നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ട്രീസ് കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു കാട്ടിനടുത്തുള്ള ഒരു ഈസിയസ്റ്റ് പാത്ത് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ
ആ കാട്ടിനട് അകത്തൂടി നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നു. കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ട്രീസ് കട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ ട്രീസ് കട്ട് ഡൗൺ ചെയ്യുമ്പോൾ എന്താണ്, അത് അവിടുത്തെ വൈൽഡ് ലൈഫിന്റെ ഹാബിറ്റാറ്റ് ആണ്. അത് കണക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ത്രൂ ഔട്ട് 24 hours അവിടെ ആൾക്കാരുടെ മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ ആൾക്കാരുടെ മൂവ്മെന്റ് വന്നു കഴിയുമ്പോൾ എന്താണ്, ആൾക്കാരുടെ മൂവ്മെന്റും ആൾക്കാരുടെ ഒച്ചയൊക്കെ ആനിമൽസിന് പലപ്പോഴും താങ്ങാൻ സാധിക്കില്ല. ആൻഡ് ഇറ്റ് വിൽ ഇൻ ടേൺ എന്താണ് അതിന്റെ ഹെൽത്ത് ഹസാർഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ എന്താണ് ഒരുപാട് നോയ്സ് ഒന്നും ചില ആനിമൽസിന് പറ്റത്തില്ല. ഒരുപാട് നോയ്സ് വന്നു കഴിയുമ്പോൾ എന്താണ് ഇൻടേൺ അത് നശിച്ചു പോകും, അല്ലെങ്കിൽ അതിന്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് കണക്ക് നമ്മൾ ത്രോ എവേ ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ്സ് ഒക്കെ ഇത് പറക്കി തിന്നു. ഇത് കഴിക്കുമ്പോൾ എന്താണ് ഇതിന്റെ ബോഡിക്ക് ഉള്ളിലേക്ക് പോകും, അത് ഡൈജസ്റ്റ് ആകത്തില്ല, പക്ഷെ ഇതിന് വിശക്കത്തേയില്ല. അങ്ങനെ സഫർ ചെയ്തിട്ടാണ് പലപ്പോഴും പല ആനിമൽസും മരിച്ചു പോകുന്നത്. So how to prevent land pollution? എങ്ങനെ നമുക്ക് land pollution തടയാം? The best way to solve the problem is to understand it. This means learning about it, like what you are doing now, is the greatest step forward. അപ്പോൾ നമ്മൾ ആ പ്രശ്നത്തെ പറ്റി പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. And therefore people should be educated and more made aware about harmful effects of littering, discuss with friends and family, and task about it. അപ്പോൾ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ 3 R's ഓർത്തിരിക്കുക. റെഡ്യൂസ് ദ യൂസ് ഓഫ് സോളിഡ് വേസ്റ്റ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. സോ ഇതൊരു ലാൻഡ് ഫില്ലിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് നിയർ ബൈ വേറൊരു നമ്മളൊരു ഗ്രൗണ്ട് ഡ്രില്ല് ചെയ്തു. എന്നിട്ട് ആ ഗ്രൗണ്ടിന് നമ്മൾ നല്ല തിക്കായിട്ടുള്ള ലൈനിങ് കൊടുത്തു. ഒന്നുകിൽ കോൺക്രീറ്റ് ലൈനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തിക്ക് പ്ലാസ്റ്റിക് കോട്ടിങ്ങോ കൊടുത്തു. എന്നിട്ട് അതിനുള്ളിൽ കൊണ്ടുവന്ന് നമ്മൾ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകില്ല വേസ്റ്റിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തേക്കൊന്നും പോകാതെ ലീച്ച് ചെയ്ത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്കൊന്നും എത്താതെ അതിനുള്ളിൽ തന്നെ അത് കിടന്നു. So more than half of our household waste could be recycled or reused, but once it is mixed up, it becomes more difficult to separate different components for recycling. ഇപ്പോൾ നമുക്ക് കോർപ്പറേഷനിൽ നിന്നൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകാൻ, പ്ലാസ്റ്റിക് വേസ്റ്റ് ഓരോ വീടുകളിൽ വന്ന് കളക്ട് ചെയ്യാനുള്ള പല മെത്തേഡ്സും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഓരോ ടൈപ്പ് പ്ലാസ്റ്റിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. ഇപ്പോൾ നമ്മൾക്ക് മിൽമ പാക്കറ്റിന്റെ കവർ, അപ്പോൾ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്, അതിനകത്തൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ ആ പാലെടുക്കുന്നത്. അങ്ങനെ ആ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് കളയരുത്. അതിന് പകരം ആ പീസ് അവിടെ തന്നെ നിർത്തി മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഓഫ് പ്ലാസ്റ്റിക്, ഇപ്പോൾ കവറിന്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് പോർഷനാണ് കിട്ടുന്നത്. അത് റീസൈക്കിൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. So what you can do, use buy biodegradable products. Biodegradable products ആണെങ്കിൽ എന്താണ്, നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ. Store all liquid chemicals and waste in spill proof containers. All liquid chemicals and waste in spill proof containers. ഇപ്പോൾ കണ്ടെയ്നേഴ്സിൽ നിന്ന് അത് പുറത്തേക്ക് പോയി ഡാമേജ് കോസ് ചെയ്യാതിരിക്കും. Eat organic food that are grown without pesticides. Look out for fertilizer or pesticide free products. അപ്പോൾ നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്തുള്ള സാധനങ്ങൾ മേടിക്കില്ല എന്ന് തീരുമാനം എടുത്താൽ എന്താണ്, അതിന്റെ യൂസ് ഇൻ ടേൺ കുറയും എന്നാണ് പറയുന്നത്. Don't use pesticides. Buy products that have little packing. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ എന്താണ്, ഒരു ഹ്യൂജ് കേസ് ഓഫ് പാക്കിംഗ് ഉണ്ടാവും. ആ പാക്കിങ്ങിനകത്ത് കൂടുതലും കാർഡ്ബോർഡ് പീസസും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പീസസും ആയിരിക്കും ഉണ്ടാവുന്നത്. കാർഡ്ബോർഡ് നമുക്ക് വലിയ ഹാംഫുൾ ഒന്നും അല്ല, അത് ഡീഗ്രേഡ് ചെയ്ത് പൊക്കോളും. പക്ഷേ അതിനകത്ത് വരുന്ന പ്ലാസ്റ്റിക് കോട്ടിങ്സ്, ബബിൾ റാപ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ്, പ്ലാസ്റ്റിക് ആണ്. അത് നമുക്ക് ഇൻടേൺ വലിയൊരു എൻവയോൺമെന്റൽ ഹസാർഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അത് ബേൺ ചെയ്ത് കഴിയുമ്പോൾ എന്താ കോസ് ചെയ്യുക, ഒരു ഓസോൺ ഡിപ്ലീഷനൊക്കെ കാരണമാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരും പ്രോപ്പറായിട്ട് നമ്മൾ എന്തൊക്കെ വേസ്റ്റിനെ പറ്റി സ്റ്റഡി ചെയ്ത് അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തീരുമാനിക്കാം. So conclusion about this is,
Certainly a country that is growing rapidly and developing in various fields, but in rapid pace of development, many do not realize it also carries side effects on the environment. So we have to go sustainable development. ഇപ്പോൾ urbanization ഒക്കെ എന്താണ്, നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റ് നമുക്ക് വേണ്ടത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ്. കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫാക്ടറീസ് വരും, ഒരുപാട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വരും. ഒരുപാട് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വന്നു കഴിയുമ്പോൾ ആ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് ഓഫീസേഴ്സ് ഒക്കെ നമുക്ക് തുറക്കേണ്ടി വരും. ഓഫീസേഴ്സ് ഒക്കെ തുറക്കാതാണ് ഇൻ ടേൺ അതൊരു കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ നമുക്ക് മെയിൻലി എന്താണ്, കൺസ്ട്രക്ഷന് മെയിൻലി യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എല്ലാം നേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം എന്താണ് ഇൻ ടേൺ നമ്മുടെ എന്താണ് ലാൻഡ് പൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷന് കാരണമാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാൻഡ് പൊല്യൂഷനോ സോയിൽ പൊല്യൂഷനോ ഒക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം.